മുത്തശ്ശിയും അത്ഭുതവിളക്കും. ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശിയുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായിരുന്നു മുത്തശ്ശിയുടെ താമസം. മുത്തശ്ശിയുടെ ചെറിയ വീട്ടിൽ ഒരു കൊച്ചു വിളക്കുണ്ടായിരുന്നു. തനിയെ ഇരിക്കുമ്പോൾ മുത്തശ്ശി വിളക്കിനോട് ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കും. ഒരു ദിവസം മുത്തശ്ശി ദൂരെ എങ്ങോ പോയ തക്കം നോക്കി ഒരു കള്ളൻ വീട്ടിൽ കയറി. മുത്തശ്ശിയുടെ വീട്ടിൽ കാര്യമായൊന്നുമില്ലെങ്കിലും അകത്ത് കയറിയ കള്ളൻ വീട് മുഴുവൻ തിരഞ്ഞു നടന്ന് കിട്ടിയതെല്ലാം ഒരു സഞ്ചിയിലാക്കി തുടങ്ങി. അപ്പോഴാണ് മുത്തശ്ശി തിരികെ എത്തിയത്. വീട്ടിനുള്ളിൽ അനക്കം കണ്ടതും മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഉടനെ മുത്തശ്ശിക്കൊരു ബുദ്ധി തോന്നി. മുത്തശ്ശി ഉറക്കെ വിളിച്ചു ചോദിച്ചു, "പൊന്മിളക്കേ, ഇന്നെന്തു പറ്റി? നീ എന്തേ ഒന്നും മിണ്ടാത്തത്? ഞാൻ വന്നതറിഞ്ഞില്ലേ?" മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് കള്ളൻ അമ്പരന്ന് ചുറ്റും നോക്കി. മുറിയുടെ ഒരു മൂലയ്ക്ക് ഒരു പഴയ ഓട്ടുവിളക്കിരിക്കുന്നു. ഇതാണോ മുത്തശ്ശിയുടെ പൊൻവിളക്ക്? അവൻ അതിശയത്തോടെ നോക്കി. "അല്ല, നീയെന്താ പെന്നെയും ഒന്നും മിണ്ടാത്തത്? ഇത് പതിവുള്ളതല്ലല്ലോ. വീട്ടിൽ കള്ളന്മാരാരെങ്കിലും കയറിയോ?" മുത്തശ്ശി വിളിച്ചു ചോദിച്ചു. "ഷെടാ, ഇതിനി വല്ല അത്ഭുത വിളക്കുമാണോ? ഇത് മിണ്ടാതിരിക്കുന്നത് എന്നെ കണ്ടിട്ടാണോ? മുത്തശ്ശിക്ക് സംശയമായി വല്ല ബഹളം വെച്ചാലോ? എന്തായാലും വിളക്കിന്റെ പോലെ സംസാരിക്കാം," കള്ളൻ കരുതി. "ഏയ്, കള്ളനൊന്നും കയറിയിട്ടില്ല മുത്തശ്ശി," കള്ളൻ വിളിച്ചു പറഞ്ഞു. അതോടെ മുത്തശ്ശിക്കുറപ്പായി കള്ളൻ വീട്ടിനകത്തുണ്ടെന്ന്. മുത്തശ്ശി പറഞ്ഞു, "എന്റെ പൊൻവിളക്കേ, ഇതുപോലൊരു ദിവസം ഒരിടത്തൊരു വീട്ടിൽ കള്ളൻ കയറി. അവിടെയാണെങ്കിൽ ഒരു പാവം മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കള്ളനെ കണ്ട് മുത്തശ്ശി എന്താ ചെയ്തതെന്നറിയോ?" മുത്തശ്ശി ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചു, "അയ്യോ, ഓടിവരണേ! കള്ളൻ കയറിയേ! ഓടിവരണേ!" മുത്തശ്ശിയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തി. കള്ളൻ വീട്ടിനുള്ളിൽ നിന്നും ചാടിയിറങ്ങി ഓടിയെങ്കിലും ചുറ്റിലും നിന്ന് ഓടിയെത്തിയ ആളുകൾ അവനെ പിടികൂടി. മുത്തശ്ശി സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറിപ്പോയി.